സുധീഷ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു ട്രൈ സർവീസ് എക്സർസൈസാണ് ഇപ്പോൾ തൃശ്ശൂർ എന്ന പേര് നൽകിക്കൊണ്ട് ഇന്ത്യ സർക്രിക്കിൽ നടത്തുന്നത്. അത് ചെറിയ കാര്യമല്ല. അതായത് സ്പെഷ്യൽ ഫോഴ്സുകൾ മുഴുവനും പങ്കെടുക്കുന്നുണ്ട്. അതായത് മാർക്കോസ് പങ്കെടുക്കുന്നുണ്ട്, പാരാ സ്പെഷ്യൽ ഫോഴ്സ് പങ്കെടുക്കുന്നുണ്ട്, ഗരുഡും പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ആയുധങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധക്കപ്പലുകൾ, ഇതെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ എക്സസൈസ്, അതായത് 3 സേനകളും പങ്കെടുക്കുന്ന എക്സസൈസാണ് നടക്കുന്നത്. അത് സർക്രിക്കിലാണ് നടക്കുന്നത്. ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ്റെ നാവികസേനയുടെ ഉദ്യോഗസ്ഥൻ അവിടെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഒരു പാകിസ്ഥാൻ ഒരു ഏകദേശം ആ ഒരു ഏരിയ ലക്ഷ്യമിട്ടുകൊണ്ട് ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇത്ര ശക്തമായ രീതിയിലുള്ളൊരു സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യ നടത്തുന്നത്. എന്തുകൊണ്ടാണത്? ആദ്യം തന്നെ ഒരു ചെറിയൊരു തിരുത്തിൽ തുടങ്ങാം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടത്, ഇതിനെ നമ്മൾ അതായത് ഇന്ത്യ തിയേറ്റർ കമാൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ മേജർ ഡ്രിൽ എന്നാണ് ശരിക്കും ഒരു നല്ല കറക്റ്റ് പെർസ്പെക്റ്റീവിൽ ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിന് മുമ്പ് തന്നെ തിയേറ്റർ കമാൻഡ് അതിനേക്കാൾ പ്രധാനമായിട്ട് തിയേറ്റർ കമാൻഡ് എന്ന് തന്നെയാണ് ശരിക്കും പറയേണ്ടത്. തിയേറ്റർ കമാൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം നടക്കുന്ന ഏറ്റവും മേജറായിട്ടുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ പറഞ്ഞ പോലെ വലിയൊരു സ്കെയിലാണ്. സാധാരണ വാർ ഗെയിംസൊക്കെ ഒരു 4000-5000 പേര് മാക്സിമം മൊത്തത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല. 20,000 പേര്, 20,000 പട്ടാളക്കാർ 3 സർവീസസിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് സ്റ്റാഫ് വേറെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അത് വരുന്നത് ആർമിയിൽ നിന്ന് സ്പെഷ്യൽ ഫോഴ്സസ്, ഹവിറ്റ്സസ്, ഗൺസ്, അങ്ങനെയുള്ള എല്ലാം, T-90 ടാങ്ക് ഉൾപ്പെടെ, T-90 ടാങ്ക്, ഹവിറ്റ്സേഴ്സ് എല്ലാം. അതായത് സാധാരണ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനിലായിട്ടുള്ള ചെറിയ ഫിഗറിലുള്ള ഒരു കുറച്ച് പട്ടാളക്കാർ മാത്രം പങ്കെടുക്കുകയും ബാക്കിയുള്ള അവർ മാറി. അതങ്ങനെയല്ല. ഒരു ഫുൾ ബ്ലോൺ വാർ മൂവ്മെൻറ്റ് വന്നാൽ എങ്ങനെ എന്നുള്ളതിൽ തുടങ്ങി മുമ്പോട്ട് പോവുകയാണ്. ഇത് 3 ആർമി, നേവി, എയർഫോഴ്സ്, ഈ 3 വിഭാഗങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും നല്ല ഒരു കെട്ടുറപ്പ് ഉണ്ടാകുകയും വേണം. വലിയൊരു സ്കെയിലിൽ ഇത് ഇങ്ങനൊരു യുദ്ധം നടന്നാൽ എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു വാർ ഗെയിമാണിത്. അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ്. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അത് ചെയ്യുന്ന എക്സസൈസുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ. ആംഫിബിയസ് ലാൻഡിങ്, അതായത് വെള്ളത്തിലും കരയിലും ലാൻഡിങ്, അങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എയർഫോഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് എവാക്സ് പങ്കെടുക്കുന്നുണ്ട്. ഇവർ സുഖോയ് പങ്കെടുക്കുന്നുണ്ട്, സുഖോയ് ഉണ്ട്, റഫേൽ ഉണ്ട്, മിഡ് എയർ റീഫ്യൂവലിംഗ്. അതായത് ഇത് നടക്കുന്നത് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലാണ്. അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. അതിൻ്റെ അത് ഗുജറാത്തും രാജസ്ഥാനും മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്രയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൻ്റെ അത് വരുന്നുള്ളൂ. അതും വലിയ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്രീക്ക് മുതൽ അങ്ങ് വടക്ക് കിഴക്കേ ഒരു വര വരച്ചാൽ എങ്ങനെ ഇരിക്കുമോ പഞ്ചാബിന് തൊട്ട് താഴെ വരെ, പഞ്ചാബ് നോർത്തേൺ കമാൻഡിലേക്ക് പോയി. അപ്പോൾ നോർത്തേൺ തിയേറ്റർ കമാൻഡിലേക്ക് പോയി. അപ്പോൾ പഞ്ചാബിന് താഴേക്ക് ഇങ്ങ് സർക്രീക്ക് വരെ ഒരു വര വരച്ചാൽ, ഒരു സ്ട്രിപ്പ് വരച്ചാൽ, അതുപോലെ തന്നെയാണ് നമ്മൾ നോട്ടാമം കൊടുത്തിരിക്കുന്നത്. മൊത്തം മാസം നവംബർ 28 വരെ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് നോട്ടാമം അടിച്ചിട്ടുണ്ട്. അതായത് 28,000 ഫീറ്റിന് താഴെ ഒരു സാധനം കാക്ക പോലും പറക്കാൻ പാടില്ല എന്ന് നോട്ടീസ് അടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആംഫിബിയസ് ലാൻഡിങ്, അതുപോലെ തന്നെ ലിഫ്റ്റിങ്, ചിനൂക്ക്, അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ആർമിയുടെ വരുന്നുണ്ട്. അങ്ങനെ നേവിയുടെ ബാക്കി സ്പെഷ്യൽ ഫോഴ്സസ്, നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സസ്, ബാക്കി സബ്മറൈൻസ്, യുദ്ധക്കപ്പലുകൾ എല്ലാം നേവിയുടേതും വരുന്നുണ്ട്. ഈ ഒരു മൊത്തം ഒരു സിങ്ക്രണസിറ്റി, എന്താ പറയുക, എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് പറഞ്ഞ പോലെ യന്ത്രത്തിൻ്റെ പല ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ലാർജ് സ്കെയിലിൽ നോക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് നടക്കുന്നത്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ എക്സസൈസ് തന്നെയാണ്.
വാർ എക്സസൈസ് ആണ് ഇത്, വാർ ഗെയിം അല്ല, വാർ എക്സസൈസ്. അതെ അതെ